وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ ഒരുക്കിയിട്ടുള്ളത് ഫിത്നയുടെയും ബലായിന്റെയും ഭവനമായിട്ടാണ്. അഥവാ നാം ഓരോരുത്തരെയും വ്യത്യസ്ത രീതിയിൽ പരീക്ഷിക്കാൻ വേണ്ടി. ആ പരീക്ഷണത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ആ പരീക്ഷണത്തെ നേരിടുന്നവരാണ് ഇതിൽ വിജയിക്കുന്നവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലെ 35-ാമത്തെ ആയത്തിൽ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണപ്പെടും. വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ, തീർച്ചയായിട്ടും അവരെ പരീക്ഷിക്കും, അഥവാ നിങ്ങളെ പരീക്ഷിക്കും. ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും, ദോഷമുള്ള കാര്യങ്ങളും ഉണ്ടാകും, ഖൈറായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. വഇലൈനാ തുർജഊൻ, നമ്മിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. എന്തിനാണ് അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നത്? അതും മറ്റു ആയത്തുകളിൽ സൂറത്തുൻ നജ്മിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന, തിന്മ ചെയ്തവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം, അഥവാ അതിനുള്ള ശിക്ഷ, നന്മ ചെയ്തവർക്ക് തിരിച്ച് അങ്ങോട്ടും നന്മ ലഭിക്കുന്ന പ്രതിഫലം നൽകുന്ന അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു മുഅ്മിൻ എന്ന നിലക്ക് ഈ ദുനിയാവിൽ നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങൾ എന്തു തന്നെയാവട്ടെ, ഖൈറാവട്ടെ ഷർറാവട്ടെ, ആ മുഅ്മിന്റെ അവസ്ഥ എല്ലാത്തിലും ഖൈറാണ്, ഏതു സമയത്തും ഖൈറായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നാം ഓരോരുത്തരും കേട്ടുപരിചയിച്ചിട്ടുള്ള, നമ്മുടെ ഖൽബിൽ ധാരാളമായി നാം ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലിൽ മുഅ്മിൻ, അല്ലെങ്കിൽ അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എന്ത് അത്ഭുതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ കാര്യമെല്ലാം ഖൈറാണ്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിനല്ലാതെ ആ അവസ്ഥ ഉണ്ടാവുകയില്ല. ഇൻ അസാബത്ഹു സറാഉ ശകറ, അവന് നന്മയായിട്ടുള്ള എന്തെങ്കിലും കാര്യം ബാധിച്ചാൽ അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയായിട്ട് മാറും. വഇൻ അസാബത്ഹു ദറാഉ സബറ, അവന് ദോഷമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ബാധിച്ചാലോ അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയായി മാറുകയും ചെയ്യും. അപ്പൊ ഈ സബറും ശുക്റും, അതിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്രയിൽ നാം മുന്നോട്ട് നമ്മെ നയിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ഇബ്രാഹിമിൽ, സൂറത്തു ലുഖ്മാനിൽ, സൂറത്തു സബയിൽ, സൂറത്തു ശൂറയിൽ, ഇതിലെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, അത് നന്നായി ക്ഷമിക്കുന്നവർക്കും അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവർക്കുമുള്ള ദൃഷ്ടാന്തങ്ങളാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം നമ്മൾ അധികവും കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സിഹ്ർ, അതുപോലെ ഹസദ്, അതുപോലെ ഐന് എന്നീ വിഷയങ്ങൾ. ഇത് പലപ്പോഴും ഇതിനെ അംഗീകരിക്കാത്ത ആളുകൾ പോലും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും ചില രോഗങ്ങൾ, ചില ആളുകൾക്ക് ചില രോഗങ്ങൾ ബാധിച്ചാൽ വൈദ്യശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ, അവരുടെ കാരണങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോൾ, അവരുടെ പ്രതിവിധികൾക്ക് അതിനൊരു പരിഹാരം നൽകാൻ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും ആളുകൾ ഇതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കും. അതായത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു ശാസ്ത്രീയ ബുദ്ധിയാണ് അവനുള്ളത് എങ്കിൽ ഒരു വസ്തുവിനെ, അതിനെ കണ്ടാൽ, അതിനെ തൊട്ടാൽ, അതിനെ അറിഞ്ഞാൽ ഹിസ്സിയായി കൊണ്ട് മാത്രമേ അവൻ പരിഗണിക്കുകയുള്ളൂ.
എന്നാൽ ഇതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഈ ദുനിയാവിൽ നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ആര്? മുഅ്മിനീങ്ങൾ. ഗൈബിയായിട്ടുള്ള പല കാര്യങ്ങളും വിശ്വസിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ആധാരം എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മാംസം, ആ മാംസം ഹലാലാകുന്നതും ഹറാമാകുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ അകത്തുള്ള ഏതെങ്കിലും പോഷണങ്ങളുടെ അടിസ്ഥാനത്തിലോ കണക്ക് നോക്കിയിട്ടോ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണോ? അല്ല. അത് ഹലാലാകാൻ വേണ്ടിയിട്ടുള്ള നിബന്ധനകളുണ്ട്, അത് പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ ഹറാമാകുന്നതിനുള്ള കാരണങ്ങളുണ്ട്, അത് സംഭവിച്ചാൽ അത് ഹറാമായിരിക്കും. അതാണ് അതിന്റെ അടിസ്ഥാനം. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക? ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സിഹ്ർ, ഐന് പോലുള്ള കാര്യങ്ങൾ. ഇതെല്ലാം പൈശാചികമായിട്ടുണ്ടാകുന്ന ചില ഉപദ്രവങ്ങളാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഈ വിഷയത്തെ അല്ല വിശദീകരിച്ച് പറയുന്നത്, വേറെ ചില കാര്യങ്ങളാണ്. സിഹ്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ പിശാചിന് അവൻ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് പിശാച് ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ചില സഹായങ്ങളാണ് സിഹ്ർ എന്ന് ചുരുക്കി പറഞ്ഞാൽ. അതൊരു ഇൽമാണ്, പഠിച്ചെടുത്തുകൊണ്ട് ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. ഐന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐന് രണ്ട് രീതിയിലുണ്ടാവും. ഹസദ് കൊണ്ടുള്ള ഐനും ഉണ്ടാകും, അതല്ലാത്ത രീതിയിലുള്ള ഐനുണ്ടാകും. നമ്മൾ മലയാളത്തിൽ അതിന് കണ്ണേറ് എന്നെല്ലാം പറയും. ഹസദ് കൊണ്ടുള്ള ഐൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്ത് അത് അയാളിൽ നിന്ന് നീങ്ങി പോകണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട്, അസൂയ കൊണ്ടുണ്ടാകുന്ന കണ്ണേറ്. മറ്റേ തരത്തിലുള്ള ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാലിഹായ ഒരു വ്യക്തിയിൽ നിന്ന് സംഭവിക്കാവുന്നതാണ്. കാരണം ജന്മനാ ചില റൂഹകൾക്ക് ഉണ്ടാവുന്ന കാര്യമാണ്. അയാൾ ഏതെങ്കിലും നല്ലൊരു വസ്തുവോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കെട്ടിടമോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മരമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ അതിനെ ഒന്ന് ആകർഷണീയമായി പറയുമ്പോൾ തന്നെ അതിന് വല്ല ദോഷങ്ങൾ ബാധിക്കുക എന്നുള്ളത് പല അനുഭവങ്ങളും പല സംഭവങ്ങളും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാലിഹായ വ്യക്തിയുടെ നിന്നുണ്ടാകാം, അത് ചില റൂഹകൾക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം സിഹറും ഹസദ് കൊണ്ടുണ്ടാകുന്ന ഐനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ മേലെ അസൂയ കാരണം ഉണ്ടാകുന്ന കണ്ണേറുമായി ബന്ധപ്പെട്ടിട്ടാണ് നാം വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ നാം പറയുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു കിതാബാണ് ബദാഇഉൽ ഫവായിദ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അൽ ഫവായിദ് അതുപോലെ അൽ ബദാഇഉൽ ഫവായിദ് എന്നെല്ലാം പറഞ്ഞാൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ചില അദ്ദേഹത്തിന്റെ വായനയുടെ ഇടയിൽ അദ്ദേഹം എഴുതി വെക്കുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ കുറിച്ചു വെക്കുമല്ലോ. അങ്ങനെ കുറിച്ചു വെച്ച ചില ഗ്രന്ഥങ്ങളാണ്, അതായത് അദ്ദേഹത്തിന്റെ ഡയറി പോലെ കുറിച്ചു വെച്ചതാണ്. പിന്നീട് അത് വലിയ കിതാബുകളായി മാറിയതാണ്. അപ്പോ ഈ കിതാബിൽ സൂറത്തുൽ ഫലഖ്, അന്നാസ് എന്നീ സൂറത്തുകളെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു 10 കാര്യങ്ങളെ പറയുന്നുണ്ട്. അതായത് ഇതുപോലെ സിഹർ, കണ്ണേറ് എന്നിവ ബാധിച്ച ആളുകളും അതല്ലെങ്കിൽ അതിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടിയും ഓരോ മുഅ്മിനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ആ 10 കാര്യങ്ങളാണ് നാം ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. ഈ 10 കാര്യങ്ങളെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫളഹുല്ലാഹ് അദ്ദേഹം തഅലീഖ് ചെയ്ത് ചെറിയ രീതിയിൽ അതിന് ചില അടിക്കുറിപ്പുകൾ എഴുതിയിട്ട് അദ്ദേഹം വിശദീകരിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു ബുദ്ധിമുട്ടിൽ നിന്നും ഏതൊരു പരീക്ഷണത്തിൽ നിന്നും നമുക്കുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ടാണ് രാത്രി കിടക്കുമ്പോഴുള്ള ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക്. ഒരു അഭയസ്ഥാനവുമില്ല, ഒരു രക്ഷയൊന്നുമില്ല അല്ലാഹ് നിന്നിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ നിന്നെ കൊണ്ടല്ലാതെ നിന്നിലേക്കല്ലാതെ ഒരു രക്ഷയും അഭയസ്ഥാനവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇൻഷാ അല്ലാഹ് അതിനുശേഷം സമയമുണ്ടെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട വേറെയും ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതും മറ്റെന്തിനേക്കാളും നാം പ്രാധാന്യത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. കാരണം ഇതിലെ ഈ ഫലഖ് നാസ് വിശദീകരിക്കുമ്പോൾ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മറ്റെന്തിനേക്കാളും ഒരു മനുഷ്യന് ആവശ്യമുള്ള സൂറത്തുകളാണ് ഈ 2 എണ്ണം. കാരണം അവന് നേരിട്ട് കാണുന്ന ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് സാധിക്കും. ഒരാൾ നമ്മെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വരുന്നുണ്ട്, നമുക്ക് എന്ത് സാധിക്കും? അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് നേരിട്ട് കാണുന്നോണ്ട് സാധിക്കും. എന്നാൽ നാം കാണാത്ത നമ്മെ കാണുന്ന ഒരു ശത്രു സൈന്യം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് രക്ഷ ലഭിക്കണമെങ്കിൽ നാം കാണാത്ത ഒരു സൈന്യം നമ്മെ രക്ഷിക്കാനും ഉണ്ടാകണം. അത് ഈ സൂറത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുക. ഈ സൂറത്തുകളിലൂടെയും അതുപോലെയുള്ള കാര്യങ്ങളിലൂടെയാണ് ലഭിക്കുക. ഇനി ഈ 10 കാര്യങ്ങളിൽ
ഒന്നാമത്തേത് നമ്മൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഇബാറത്തുകൾ ആവശ്യമുള്ളത് മാത്രമാണ് എടുക്കുന്നുള്ളൂ. അത് മുഴുവനായിട്ടല്ല, അതിന്റെ തഅലീഖോട് കൂടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത്, ഒന്നാമത്തെ കാരണം ഈ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും രക്ഷ നേടാനുള്ള ഒന്നാമത്തെ കാരണം അത്തഅവ്വുദു ബില്ലാഹി മിൻ ശർരി സിഹ്രി വൽ ഹസദ്. ഈ സിഹറിൽ നിന്നും സിഹറിൽ നിന്നും അതുപോലെ ഹസദ് അസൂയയിൽ നിന്നും, ഹസദ് ഞാൻ പറഞ്ഞല്ലോ ഐന് പോലെ, ഹസദ് എന്തായിട്ട് മാറും? കണ്ണേറായിട്ട് മാറും. അത് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ കണ്ണേറിൽ നിന്നും, അസൂയ കൊണ്ടുള്ള കണ്ണേറിൽ നിന്നുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിനോട് ധാരാളമായി രക്ഷ തേടുക എന്നുള്ളത്. രക്ഷ തേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാനും നമുക്ക് രക്ഷ നൽകാനും സാധിക്കുന്ന ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് നാം മടങ്ങുന്നതിനാണ് രക്ഷ തേടുക എന്ന് പറയാം. നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നാം ഭയപ്പെടുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നിലേക്ക് മടങ്ങുന്നതിനാണ് ഇസ്തിആദ എന്ന് പറയുന്നത്, രക്ഷ തേടുക എന്ന് പറയുന്നത്. ഈ രക്ഷ തേടൽ അതിന് ഏറ്റവും ഒന്നാമതായിട്ടുള്ള പരിഹാരം തന്നെ നാം ഈ പറഞ്ഞ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസുമാണ്. നമുക്കറിയാം സൂറത്തുൽ ഫലഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷർറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷർറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. ഈ നഫ്ഫാസാതി ഫിൽ ഉഖദ് എന്നുള്ളതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഹുന്നസ്സാഹിറാത്ത് അല്ലാതി യംഫുസ്ന ഫിൽ ഉഖദി ലിഅമലി സിഹർ. സിഹറിന്റെ പണിയെടുക്കുന്ന സ്ത്രീകൾ, സിഹറിന്റെ പണിയായിക്കൊണ്ട് കെട്ടുകളിൽ ഊതുന്നത് ആ സിഹറിന്റെ സ്ത്രീകളിൽ നിന്ന് അല്ലെങ്കിൽ സിഹറിൽ നിന്നാണ് അവിടെ രക്ഷ തേടുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതിൽ പുരുഷന്മാരും സിഹർ ചെയ്യുന്ന പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അധികവും സ്ത്രീകളായിരുന്നു അന്ന് ചെയ്തിരുന്നു എന്നുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് സ്ത്രീകളെ എടുത്തു പറയാനുള്ള കാരണം എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത് കാണാം. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദ നടത്തിയിരുന്നത്. അള്ളാഹുവിനോട് രക്ഷ തേടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഈ രണ്ടെണ്ണമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും ആളുകൾക്ക് ഈ സിഹർ ഐന് എന്നുള്ളത് പലപ്പോഴും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരാറുണ്ട്. യഥാർത്ഥത്തിൽ പല അസുഖങ്ങളും ഇതുകൊണ്ടുണ്ടാകാം, പല രോഗങ്ങളാവട്ടെ, പല ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ടുണ്ടാവാം. പക്ഷെ ആളുകൾ എപ്പോഴാണ് ഇതാണ് എന്ന് ചിന്തിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സബബുകളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു നോക്കിയിട്ടും പരിശോധിച്ചിട്ടും അതിനൊരു ഫലവും കാണാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു മുഅ്മിൻ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ചില കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട്, ഇങ്ങനെ ചില പരിഹാരങ്ങളും ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കാകട്ടെ തന്റെ കുടുംബത്തിനാവട്ടെ അവിടുത്തെ കുടുംബത്തിനാവട്ടെ എന്തെങ്കിലും രോഗം ബാധിച്ചാൽ, പനിയോ മറ്റോ എല്ലാം ബാധിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഈ സൂറത്തുകൾ പാരായണം ചെയ്ത് കൈകളിൽ ഊതി തടവാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ശരീരത്തിൽ തടവാറുണ്ട്, തന്റെ പത്നിമാർക്ക് തടവി കൊടുക്കാറുണ്ട്, ആ രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഒരാൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല എങ്കിൽ, അത് ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അയാളുടെ അവസ്ഥ എന്താണ്? ഹദീസിനേക്കാൾ അല്ലെങ്കിൽ ഖുർആനിനേക്കാൾ ബുദ്ധിയാണ് അവനെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ എത്ര വലിയ പിഴവിലായിരിക്കും? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം നാം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടുക, പ്രത്യേകിച്ച് ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട്. വേറെയും ആയത്തുകളിൽ കാണാം. സൂറത്തുൽ അറാഫിലെ 200-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ إِنَّهُ سَمِيعٌ عَلِيمٌ. പിശാചിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുർമന്ത്രണം നിനക്ക് വരികയാണെങ്കിൽ ഫസ്തഇദ് ബില്ലാഹ്, നീ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. ഇഖ്ലാസോട് കൂടിയാണ് നാം രക്ഷ തേടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സംരക്ഷണം നമുക്കുണ്ടായിരിക്കും. സൂറത്തുൽ മുഅ്മിനൂനിലെ 97-98 ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അയ്യഹ്ദുറൂൻ.
നബിയെ പറയുക, അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, അല്ലാഹ് നിന്നെ കൊണ്ട് ഞാൻ രക്ഷ തേടുകയാണ് പിശാചിന്റെ ഈ ദുർമന്ത്രണങ്ങളിൽ നിന്ന്. വഅഊദു ബിക റബ്ബി അയ്യഹ്ദുറൂൻ, പിശാച് എന്റെ അടുക്കൽ സന്നിഹിതരാകുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇഖ്ലാസോട് കൂടി അള്ളാഹുവിനോട് രക്ഷ തേടുന്ന, അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളുകളെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്, അവർക്ക് അള്ളാഹു മതിയായവനുമാണ്. മറ്റൊരായത്തിൽ സൂറത്ത് ആലി ഇമ്രാനിലെ 101-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹു തആല പറഞ്ഞു, വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, ആരാണോ അള്ളാഹുവിൽ രക്ഷ തേടുന്നത് അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് സൂറത്തുകൾ സഹോദരങ്ങളെ നമ്മുടെ രാവിലത്തെ അദ്കാറുകളിൽ, വൈകുന്നേരത്തെ അദ്കാറുകളിൽ, ഓരോ നിസ്കാരത്തിന് ശേഷം, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ സമയങ്ങളിലെല്ലാം നമുക്ക് സുന്നത്തായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതല്ലാത്ത സമയങ്ങളിലും എന്തെങ്കിലും രോഗം വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും നമുക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയില്ല, നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുകൾ മാനസികമാവട്ടെ ശാരീരികമാവട്ടെ അങ്ങനെ എല്ലാം ഉണ്ടാവുമ്പോൾ ഈ സൂറത്തുകൾ കൈകളിൽ ഊതി ശരീരത്തിൽ തടവുക എന്നുള്ളത് അതിനുള്ള ഒരു പരിഹാരവും അള്ളാഹുവിൽ നിന്ന് രക്ഷ തേടാനുള്ള ഒരു മാർഗവുമാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കണം, അള്ളാഹുവിനോട് രക്ഷ തേടണം. രണ്ടാമത്തെ കാരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, തഖ്വല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക. ഇത് നാം പറഞ്ഞു ബാധിച്ച ആളുകൾക്കുമുള്ള പരിഹാരമാണ്, ബാധിക്കാതെ സംരക്ഷണം നേടാനുള്ള കാരണവുമാണ്. തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. സഹോദരങ്ങളെ, ഏതൊരു ദോഷം നമുക്ക് ബാധിക്കുന്നതിന്റെയും അടിസ്ഥാനം അള്ളാഹുമായിട്ടുള്ള നമുക്കുള്ള ബന്ധത്തിന്റെ കുറവായിരിക്കും. അള്ളാഹുവിനോടുള്ള നമ്മുടെ കടമകളിൽ നമ്മൾ വീഴ്ച വരുത്തിയതിന്റെ കാരണം കൊണ്ടായിരിക്കും. അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് നാം ജീവിച്ചാൽ നമ്മുടെ മേലെ പിശാചിനുള്ള സ്വാധീനം കൂടുതലാണ്. നമ്മളൊരു തിന്മ ചെയ്താൽ ആ തിന്മ എന്ന് പറഞ്ഞാൽ പിശാചിന് നമ്മിലേക്ക് കടക്കാനുള്ള കവാടം നാം തുറന്നു കൊടുക്കലാണ്. അവന് നമ്മുടെ കൽബിലേക്കും നമ്മിലേക്കും ഉപദ്രവങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കലാണ്. അതിന്റെ ദോഷം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. ആദ്യക്കാർക്കും അവസാനക്കാർക്കും എല്ലാം അള്ളാഹു നൽകിയിട്ടുള്ള വസിയ്യത്താണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 131-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്, വേദഗ്രന്ഥം നൽകപ്പെട്ട മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോടും നിങ്ങളോടും ഞാൻ വസിയ്യത്ത് നൽകുന്ന കാര്യം അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹുവിന്റെ വസിയ്യത്താണ് ആദ്യക്കാരിലേക്കും അവസാനക്കാരിലേക്കും. ഇനി എന്താണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഏറ്റവും നല്ല തഅരീഫായിട്ട് തഖ്വക്ക് പറയപ്പെടുന്നത് തബീയായിരുന്ന ത്വൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹ് തഖ്വക്ക് കൊടുത്ത തഅരീഫാണ്. അതെന്താണ്? അത്തഖ്വ അമലുൻ ബിത്വാഅത്തില്ലാഹ്. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്. അലാ നൂരിൻ മിനല്ലാഹ്, അല്ലാഹു പഠിപ്പിച്ചത് അനുസരിച്ച്. റജാഅ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചിട്ട്. അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നത്, പാപം ചെയ്യുന്നത് ഒഴിവാക്കലാണ്. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹു പറഞ്ഞതുപോലെ. ഖൈഫത ഇഖാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്വയം പരിശോധിച്ചു നോക്കി, നമുക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ബാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നതിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടാവും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാരിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ വാഹനത്തിൽ നിന്നും പോലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന അനുസരണക്കേടിന്റെ ഭാഗമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സലഫുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അള്ളാഹു തആല ഉൾക്കാഴ്ച നൽകുന്നവർക്ക് ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. ഇനി സഹോദരങ്ങളെ, ഏതൊരു കാര്യത്തിന്റെയും പര്യവസാനം എന്നുള്ളത്, വിജയം എന്നുള്ളത് തഖ്വയുള്ളവർക്കാണ്. അല്ലാഹു തആല എത്രയോ ആയത്തുകളിലൂടെ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, വൽ ആഖിബതു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ്
തഖ്വയുള്ളവർക്കാണ് പര്യവസാനം. അവസാനത്തിലെ വിജയം ഏറ്റവും നല്ല രീതിയിൽ അവസാനിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഹറാമുകൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും അവന് നന്മയാണ്. അവന്റെ അവസ്ഥകളെല്ലാം അള്ളാഹു നന്നാക്കി കൊടുക്കും. അവന്റെ അവന്റെ ചിന്താഗതി അത് നേരെയാക്കി കൊടുക്കും. അതുപോലെ അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അവന്റെ ഉപജീവനം വിശാലമാക്കി കൊടുക്കും. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നമുക്കിത് കാണാൻ സാധിക്കും. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു കിതാബ് തന്നെയുണ്ട്, തഖ്വയുടെ സമറത്തുകൾ എന്ന് പറഞ്ഞിട്ട്. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത് മാത്രം ക്രോഡീകരിച്ച് ആയത്തുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം കൂടുതൽ എഴുതിയിട്ടൊന്നുമില്ല. ആയത്തുകളും ഹദീസുകളും മൊത്തം ക്രോഡീകരിച്ച ഒരു കിതാബുണ്ട്. അത് പിന്നെ വായിച്ചു നോക്കുന്നത് ഈ ആയത്തുകളും ഹദീസുകളും ക്രോഡീകരിച്ച് അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന കാര്യമാണ്. സമറത്തു തഖ്വ എന്ന മറ്റാണ് അതിന്റെ പേര്. ഖുർആനിലെ ആയത്തുകൾ നമുക്ക് കാണാം. സൂറത്തു ത്വലാഖിലെ 2-3 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ ഒരു വഴി അള്ളാഹു കാണിച്ചു തരും. അവൻ ഒരിക്കലും കണക്ക് കൂട്ടാത്ത രീതിയിൽ അള്ളാഹു അവന് ഉപജീവനം നൽകും. സഹോദരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നമ്മൾ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സിഹറും അയിനൊക്കെ എപ്പോഴാണ് നമ്മൾ ചിന്തിക്കാന്ന് വെച്ചാൽ ഇതുകൊണ്ടുള്ള ഒരു ഉപദ്രവം ഉണ്ടായാലാണ്. അതിനുമുമ്പ് ചിലപ്പോൾ നമ്മൾ അശ്രദ്ധരായിക്കൊണ്ടിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് സാധാരണ ഏതൊരു മനുഷ്യനുണ്ടാകുന്ന ചിന്തയാണ്, നമുക്ക് എന്തെങ്കിലും രോഗം വന്നാൽ മരുന്ന് കഴിക്കുക, അത് മാറിക്കിട്ടും, അതുകൊണ്ട് പിന്നെ അത് തീർന്നു കിട്ടും, അങ്ങനെ. പക്ഷെ ഇതിനൊന്നും പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോ ഇത് ഈ തരത്തിലുള്ള ഒരു പ്രശ്നമാണെന്ന് അറിയുമ്പോ ഞാൻ മുൻകൂട്ടി ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള കടമകളിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് നമ്മൾ ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലതെന്താണ്? അതിനു മുമ്പേ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കലാണ്, അള്ളാഹുവിനെ അനുസരിച്ച് മുന്നോട്ട് പോകലാണ്. മറ്റൊരായത്തിൽ സൂറത്തുൽ ത്വലാഖിലെ തന്നെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. സൂറത്തു ആലി ഇമ്രാനിലെ 120-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമ പാലിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമ പാലിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും പാപങ്ങൾ ഒഴിവാക്കുന്നതിലും അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലും ക്ഷമിക്കുന്നവരാണെങ്കിൽ, വതത്തഖൂ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുമാണെങ്കിൽ, ലാ യദുർറുക്കും കൈദുഹും ശൈഅ ഒരാളുടെ തന്ത്രവും നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാക്കില്ല. ഇൻസാവട്ടെ, ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, ജിന്നുവർഗമാവട്ടെ, പിശാചുക്കളാവട്ടെ, ക്ഷമയും തഖ്വയുമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു ദോഷവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഹദീസുകളിൽ നമുക്ക് കാണാം. പ്രശസ്തമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, തജിദുഹു തുജാഹക്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അള്ളാഹുവിനെ നീ എത്ര സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിന്റെ വിഷയങ്ങളിൽ, നിന്റെ കാര്യങ്ങളിൽ നിനക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അഥവാ ഓരോ വിഷയത്തിലും അള്ളാഹുവിന്റെ ഇടപെടലുകൾ, അള്ളാഹു എങ്ങനെയാണ് നിന്നെ സഹായിക്കുന്നത് എന്ന് നിനക്കത് അറിയാൻ സാധിക്കും, അത് എനിക്ക് ബോധ്യപ്പെടും. അതുപോലെ തന്നെ ധാരാളം ബറക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ തഖ്വ കാരണമാകും. സൂറത്തുൽ അറാഫിലെ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറ, ഒരു ഗ്രാമക്കാർ, ഒരു നാട്ടുകാർ, ആമനു അവർ വിശ്വസിച്ചാൽ, വത്തഖൗ അവർ തഖ്വയോടുകൂടി ജീവിച്ചാൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമായി വൽ അർദ്, നാം അവരുടെ മേലെ ആകാശഭൂമികളിൽ ബറക്കത്തിന്റെ കവാടങ്ങൾ അല്ലെങ്കിൽ ബറക്കത്ത് അവരുടെ മേലെ ചൊരിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, തഖ്വയുണ്ടായിരിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, നമ്മൾ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. ബാധിക്കുന്നതിന് മുമ്പും ആരെങ്കിലും ബാധിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ സബബ് അസ്സബ്റു അലാ അദുവ്വിഹി, തന്റെ ശത്രുവിന്റെ മേലെ ക്ഷമയുണ്ടാവുക എന്നുള്ളതാണ്. തന്റെ ശത്രുവിന്റെ മേലെ ക്ഷമയുണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു സിഹർ, കണ്ണേറ് എന്നീ പോലെയുള്ള കാര്യങ്ങൾ, ഇത് മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ദോഷമുണ്ടാകുന്ന കാര്യമാണ്. മറ്റൊരു വ്യക്തി, ഇപ്പോൾ സിഹർ ചെയ്യുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാഹിറായിട്ടുള്ള വ്യക്തിയുടെ അടുക്കൽ നമ്മളോട് ശത്രുതയുള്ള ഒരാൾ, അയാൾ പിന്നെ ഈ സാഹിറിന്റെ അടുക്കൽ പോയി നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുകയാണ് എന്നെങ്കിൽ, നമ്മുടെ ശത്രുവായിട്ട് നമ്മുടെ എതിർഭാഗത്ത് ഒരാളുണ്ടെങ്കിൽ
അയാളുടെ വിഷയത്തിൽ ക്ഷമയുണ്ടാവുക എന്നുള്ളത് അത് ഈ സിഹറിന്റെ ഉപദ്രവം നീങ്ങാനുള്ള വലിയൊരു കാരണമാണ്. പല ആളുകൾക്കും അറിയാത്ത ഒരു വിഷയമാണ്. കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു ഉപദ്രവത്തിന് കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അയാളെ കുറിച്ച് ആളുകളോട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക, അയാളെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അയാളെ കുറിച്ചിട്ടുള്ള ആ വിഷയത്തിൽ നമ്മൾ അയാളുടെ കാര്യങ്ങളിൽ കൂടുതലായി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഉപദ്രവം എന്ന് പറഞ്ഞാൽ നമുക്കാണ് അതിന് ദോഷം ഉണ്ടാവുക. എന്നാൽ നാം അതിൽ സ്വബർ കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ നന്മയും നമുക്കാണ് ഉണ്ടാവുക. കാരണം അതിന് ആ ഒരു വിഷയത്തിന് ശേഷം നമ്മൾ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുന്നതിലും അതുപോലെയുള്ള കാര്യങ്ങളും നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ എന്തുപദ്രവമാണോ നമുക്ക് നേരിട്ടിട്ടുള്ളത് അത് അതിന്റെ ആളുകളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു സൂറത്ത് ഫാത്തിറിലെ 43-ാമത്തെ ആയത്തിൽ വലാ യഹീഖു അൽ മക്റു സയ്യി ഇല്ലാ ബി അഹ്ലി, ഒരു തിന്മയായിട്ടുള്ള ഒരു തന്ത്രം അത് അതിന്റെ ആളുകളിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോവുക എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് മാ നുസിറ അലാ ഹാസിദിഹി വഅദുവിഹി ബിമിസ്ലി സ്വബ്രി അലൈഹി വതവക്കുൽ അലല്ലാഹ്. ഒരു ശത്രു നമുക്ക് ചെയ്യുന്ന ഒരു ഉപദ്രവത്തിൽ അവനോട് ക്ഷമിക്കുക എന്നതും അതുപോലെ അള്ളാഹുവിന് തവക്കുൽ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഒരു ഉപദ്രവമായിട്ട് അതിന്റെ ആളുകൾക്ക് അത് ആരാണോ ചെയ്യുന്നത് അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിനേക്കാൾ വലുത് ഒന്നുമില്ല. കാരണം അവരാഗ്രഹിക്കുന്നത് നമ്മൾക്ക് ഒരുപാട് ദോഷമുണ്ടായി ബുദ്ധിമുട്ടുണ്ടായി ആ രീതിയിൽ കാണണമെന്നാണ്. അതേസമയം നമ്മൾ അതിൽ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ അത് ആരാണോ നമ്മുടെ ശത്രു, ആരാണോ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ളത്, കണ്ണേറാവട്ടെ, അസൂയയാവട്ടെ, സിഹറാവട്ടെ, അത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക ചെയ്യാം. നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക. 4-ാമത്തെ കാരണം അത്തവക്കുൽ അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുക. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? ഹുവ സിഖത്തുൽ ഖൽബി വഇഅ്തിമാദുഹു അലല്ലാഹ് മഅ ബദ്ലിൽ അസ്ബാബിൽ മശ്റൂഅ ഫീ കിതാബില്ലാഹി വസുന്നതി നബിയിഹി. തവക്കുൽ എന്ന് പറഞ്ഞാൽ ദൃഢമായ ഒരു ഖൽബ് കൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള സബബുകൾ, കാരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഖൽബ് പൂർണ്ണമായി അള്ളാഹുവിൽ ആശ്രയിക്കുന്നതിനാണ് എന്തു പറയുന്നത്? തവക്കുൽ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് ഭരമേൽപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആകാശഭൂമികളാവട്ടെ നമുക്കെതിരെ ആര് എന്ത് തന്ത്രം കൊണ്ടുവന്നാലും നമുക്കതിനെ മറികടക്കാൻ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 36-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ, ഒരു അടിമക്ക് അവന്റെ റബ്ബ് മതിയായവനല്ലേ, അള്ളാഹു മതിയായവനല്ലേ? അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ കാഫി എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ദോഷം നമുക്ക് ആര് വരുത്തിയാലും അതിൽ നിന്നെല്ലാം നമ്മെ സംരക്ഷിക്കാൻ അള്ളാഹു മതിയായവനാണ്. അത് പൈശാചികമാവട്ടെ അല്ലാത്തതാവട്ടെ അള്ളാഹു മതിയായവനാണ്. അല്ലാഹു തആല സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവൻ അള്ളാഹു മതിയായവനാണ്. അവന് വേറെ ഒന്നുമില്ലെങ്കിലും അള്ളാഹു മതിയായവനാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സഹോദരങ്ങളെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ബനൂ ഇസ്രായേലുകളെ കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെടാൻ പോകുമ്പോൾ പിന്നിൽ ഫിർഔനും മുന്നിൽ കടലുമായിരിക്കുന്ന സമയത്താണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒപ്പമുള്ള ആളുകൾ പറയുന്നത് ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മളിതാ അകപ്പെടാൻ പോവുകയാണ്. മൂസാ നബിയോട് പറയാണ് നമ്മളിതാ അകപ്പെടാൻ പോവുകയാണ്, നമുക്കിനി ഒരു മാർഗമില്ല. സ്വാഭാവികമായിട്ടും ഒരു രക്ഷയുമില്ലാത്ത ഒരു കാര്യകാരണ ബന്ധവും ഇല്ലാത്ത സന്ദർഭമാണ്. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു പറഞ്ഞ മറുപടി എന്താണ്? കല്ല, ഒരിക്കലുമില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ ഒപ്പമുണ്ട്, ആ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് പറയാണ്. ഇവിടെ സഹോദരങ്ങളെ ഈ ഒരു നിലപാടെടുക്കുമ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന് എന്തറിയില്ല, ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അറിവില്ല.
ഇനി എന്താണ് അടുത്തത് സംഭവിക്കുക എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല. ഇതേ മൂസാ നബി അലൈഹി ഇസ്ലാം ആദ്യകാലത്ത് എന്തുണ്ടായിട്ടുണ്ട്? അള്ളാഹു തആല വടിയിടാൻ പറഞ്ഞപ്പോ പാമ്പായപ്പോ പേടിച്ച് ഓടിപ്പോയിട്ടുണ്ട്. ആ മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ പറയാണ്, ഇല്ല എന്റെ റബ്ബിന്റെ ഒപ്പം ഉണ്ട് എന്ന് ധൈര്യത്തോടുകൂടി പറയാണ്. ഇതിന്റെ അടുത്ത സന്ദർഭത്തിൽ ഉണ്ടാകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ വടി കൊണ്ട് കടലിലടിക്കും. അപ്പോഴും മൂസാ നബി അലൈഹി ഇസ്ലാമിന് എന്തറിയില്ല, എന്താ ഉണ്ടാകാൻ പോകുന്നത് എന്നറിയില്ല. ആ കടലിൽ അടിക്കുമ്പോൾ കടൽ രണ്ട് പിളർപ്പായിട്ട് പർവ്വത സമാനം മാറി നിന്ന് വരണ്ട ഒരു വഴി മുന്നിൽ കാണുമ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ വാക്ക് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരടിമ അല്ലാഹുവിൽ ഹഖ് തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, തവക്കുൽ ചെയ്യേണ്ട മുറപ്രകാരം അവൻ ചെയ്യുകയാണെങ്കിൽ, അവന്റെ മുമ്പിൽ ഒരു പർവ്വതമുണ്ട്, ആ പർവ്വതം നീങ്ങണം എന്നുള്ള വിഷയത്തിലാണ് അവൻ തവക്കുൽ ചെയ്യുന്നത് എങ്കിൽ, അവൻ ചെയ്തത് ഹഖ് തവക്കുലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും അവന് വേണ്ടി ആ പർവ്വതം നീങ്ങുന്നതാണ്, അവന്റെ വഴിയിൽ നിന്ന് ആ പർവ്വതം നീങ്ങുന്നതാണ്. അവൻ അല്ലാഹുവിൽ ഹഖ് തവക്കുൽ ചെയ്യണം. അത്ര ശക്തിയുള്ള ഒരു കാര്യമാണ് തവക്കുൽ എന്നുള്ളത്, അത്ര ശക്തിയുള്ള കാര്യമാണ്. ആകാശവും ഭൂമികളും ഒരുത്തനെതിരെ എന്ത് തന്ത്രം ഉപയോഗിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവനൊരു പോംവഴി അവനുണ്ടാകും. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഹദീസ് എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കുട്ടിയായിരിക്കുമ്പോൾ എങ്ങനെ കണക്ക് കൂട്ടിയാലും 13 വയസ്സിന് താഴെയായിരിക്കും. എങ്ങനെ കണക്കൂട്ടിയാലും 10 വയസ്സിന്റെ ഉള്ളിലുള്ള പ്രായത്തിലാണ് ആരുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉള്ളത്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅലം, നീ അറിയുക, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നിനക്ക് എന്തെങ്കിലും നന്മ വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക്, അല്ലാഹു നിനക്ക് വിധിച്ചതല്ലാതെ ഒരു ഉപകാരവും അവർക്ക് നിനക്ക് ചെയ്യാൻ സാധിക്കില്ല. വലൗ ഇജ്തമഉ, ഇനി അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, അലാ അൻ യദുറൂക ബിശൈഇൻ, നിനക്ക് എന്തെങ്കിലും ദോഷമുണ്ടാക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, നിന്റെ മേലെ രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ഒരു ഉപദ്രവവും അവർ നിനക്ക് വരുത്തുകയില്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, പേനകൾ ഉയർന്നിട്ടുണ്ട്, ഏടുകൾ ഉണങ്ങിയിട്ടുമുണ്ട്. അതായത് സഹോദരങ്ങളെ, ഇപ്പൊ ഈ നമ്മുടെ വിഷയത്തിൽ പറയുമ്പോ ഈ സിഹർ, കണ്ണേർ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര നിരാശയാണ്. ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാല്ല, കാരണം വെറും കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർ ജീവിച്ചിട്ടുള്ളത്. അപ്പൊ മരുന്നുകൊണ്ട് മാറുന്നില്ല, ചികിത്സ കൊണ്ട് മാറുന്നില്ല, ഇനി ഇതിനിപ്പോ ഒരു പരിഹാരവും ഇല്ല എന്ന നിലക്ക് ചിന്തിച്ചു പോകുന്ന ആളുകളുണ്ട്. അവർ ഇതിനെ കുറിച്ച് ചിന്തിക്കട്ടെ, അള്ളാഹുൽ വരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കട്ടെ. അടുത്ത കാര്യം, അഞ്ചാമത്തെ സബബ് ഫറാഖുൽ ഖൽബി മിനൽ ഇശ്തിഗാലി ബിമൻ അസാബഹു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖൽബിനെ ഒഴിവാക്കിയെടുക്കുക. ആർക്കാണോ ഇതുപോലുള്ള ഉപദ്രവം സിഹറോ ഐനോ ബാധിച്ചിട്ടുള്ളത്, ആ വിഷയത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആര് മുഖേനയാണോ ബാധിച്ചിട്ടുള്ളത്, ആരെങ്കിലും ആണ് ചെയ്തിട്ടുള്ളത് എങ്കിലും അതിനെക്കുറിച്ച് കൽബിൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ച് ആ വിഷയത്തെ മാത്രം കൂടുതൽ ആലോചിക്കുക എന്നുള്ളത് ഒരുത്തരെ കൂടുതൽ രോഗിയാക്കും, കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കും. അവന്റെ കൽബ് ഈ വിഷയത്തിൽ നിന്ന് ഒഴിവായിരിക്കണം, അതിന്റെ ഫിക്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. അത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വഹാദാ മിൻ അൻഫഇൽ അദ്വിയതി വഅഖ്വൽ അസ്ബാബിൽ മുഈനതി അലാ ഇൻദിഫാഇ ശർരി. ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരുത്തന് ഷർറ് ബാധിച്ചാൽ അതിനെ എതിർക്കാനുള്ള മാർഗമാണ്. فإن هذا بمنزلة من يطلبه عدوه ليمسكه ويؤذيه فإذا لم يتعرض له ولا تماسك هو وإياه. അതായത് ഈ ചിന്തയിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവന്റെ ശത്രുവിനെ സഹായിക്കുന്ന പോലെയാണ്, ശത്രുവിന് കൂടുതൽ അവന് ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റുന്ന പോലെയാണ്. എന്നാൽ അതിൽ നിന്ന് ഒഴിവായി, ബൽ ഇൻ അസല അൻഹു, ആ ചിന്തയിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ അവനിൽ നിന്ന് ഒഴിവായ പോലെയാണ്, ആ ശത്രുവിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഒഴിവായ പോലെയാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചതിന് ശേഷം പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, വലിസ്തിഗാൽ ബിമാ ഹുവ അൻഫഉ ലഹു വഔലാ ബിഹി, അവന് ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങളിലാണ് അവന്റെ ചിന്ത അവൻ മുഴുകേണ്ടത്. ബഖിയൽ ഹാസിദുൽ ബാഗി യഅകുലു ബഅദുഹു ബഅദാ, അങ്ങനെ അവൻ ചിന്തിച്ചാൽ, അഥവാ ഉപദ്രവം, ഒരു അസൂയാലുവിന്റെ അസൂയ നമുക്ക് നേരിട്ടിട്ടുണ്ട്, പക്ഷെ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവന് ഉപകാരപ്രദമായുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അസൂയാലുവിൽ തന്നെ
അവന്റെ അസൂയ മുഴുകിക്കൊണ്ടിരിക്കും. ഫൈനൽ ഹസദ കന്നാർ, അസൂയ എന്ന് പറഞ്ഞാൽ തീ പോലെയാണ്. ഇദാ ലം തജിദ് മാ തഅകുലുഹു അകല ബഅദുഹാ ബഅദൻ, അതിന് തിന്നാനൊന്നും കിട്ടിയില്ലെങ്കിൽ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുകൊണ്ടിരിക്കും. അതായത് ഒരാളുടെ അസൂയ വേറൊരാൾക്ക് എത്തിയിട്ട് അതിൽ ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ അസൂയ ബാധിച്ച ആള് സ്വന്തത്തിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഞെരുങ്ങിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് ആരുടെയെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, അസൂയയുണ്ട്, അല്ലെങ്കിൽ സിഹർ പോലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ അതിന്റെ ചിന്തയിൽ തല കൊടുത്ത് അതിലെ മുഴുവൻ അതിൽ മുഴുകിക്കൊണ്ടിരുന്നാൽ നമുക്ക് നന്മയിലേക്ക് മുന്നേറാനോ കൂടുതൽ നന്മ ചെയ്യാനോ സാധിക്കില്ല. ആ ചിന്ത ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന്റെ ദോഷം ആരിൽ നിന്നാണോ അത് വന്നത് അയാളിലേക്ക് തന്നെ മടങ്ങുകയും അയാൾ അതിന്റെ ഉപദ്രവം സഹിക്കുകയും ചെയ്യേണ്ടി വരും. നമ്മൾ അതിൽ നിന്ന് ഒഴിവാണ്. നമ്മൾ ആ ചിന്ത നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഉപദ്രവം ഉണ്ടാവുക. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിച്ച ആളുകൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട കാര്യമാണ്. ഒരു ബൈറ്റ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് കൊടുക്കുന്നത്, വലഖദ് മറർതു അലൽ ലഈമി യസുബ്ബുനി, എന്നെ ആക്ഷേപിക്കുന്ന ഒരു ആക്ഷേപന്റെ എന്റെ അടുത്തുകൂടെ ഞാൻ പോയി. ഫമളൈതു സുമ്മ ഖുൽതു ലാ യഅനീനി, ഞാൻ നടന്നു പോയപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, അതെനിക്കുള്ള ഒരു കാര്യമല്ല. അതായത് നമ്മെ ഉപദ്രവിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ പ്രതികരിക്കണം എന്നാണ്. നമ്മൾ പ്രതികരിച്ചാൽ അവർക്ക് സമാധാനം ഉണ്ടാവും. നമ്മെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അതിന് നമ്മൾ പ്രതികരിച്ചാൽ അവർക്ക് സമാധാനം ഉണ്ടാവും. നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിലോ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അവർക്കത് സഹിക്കാൻ പറ്റൂല. നമ്മൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് അവർക്ക് എന്തുണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഹസദോ സിഹറോ ഉണ്ടാകുന്ന ആളോട് നമ്മൾ ആ ചിന്ത ഒഴിവാക്കി, നമ്മൾ എന്നെ ബാധിക്കുന്നതല്ല, എനിക്ക് ആവശ്യമുള്ളതല്ല എന്നുള്ളത് ഒഴിവാക്കിയാൽ നമുക്കുണ്ടാകുന്നത് റാഹത്താണ്, അവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുക. ആറാമത്തെ കാരണം എന്ന് പറഞ്ഞത് അൽ ഇഖ്ബാലു അലല്ലാഹ് വൽ ഇനാബതു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശം ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം സഹോദരങ്ങളെ. ഖൈറുകളുടെ അടിസ്ഥാനമാണ് ഇഖ്ലാസ്. അതായത് നമ്മളിൽ പിശാചിനുള്ള കവാടം എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് തകരുക എന്നുള്ളതാണ്. കാരണം ഇബ്ലീസ് ഈ ആദം സന്തതികളെ അഥവാ മനുഷ്യരെ നമ്മെ ഓരോരുത്തരെയും പിഴപ്പിക്കുമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോ ഇബ്ലീസ് തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിൽ 82, 83 ആയത്തുകൾ പറയുന്നുണ്ട്. ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞു, ഖാല ഫബിഇസ്സതിക, അള്ളാഹുവിനോട് പറയാൻ നിന്റെ ഇസ്സത്ത് തന്നെയാണ്, ലഉഗ്വിയന്നഹും അജ്മഈൻ, ഞാൻ നിന്റെ ഈ അടിമകളെ എല്ലാവരും പഴിപ്പിക്കും. ആരാ പറയുന്നത്? ഇബ്ലീസ് അള്ളാഹുവിനോട് പറയാണ്, നിന്റെ അടിമകളെ ഞാൻ എല്ലാവരും പഴപ്പിക്കും, എല്ലാവരും പറയും. എന്നിട്ട് ഇസ്തിസ്നാ പറയാണ്, ഒഴിവാക്കി പറയാണ്, ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അതിൽ ഇഖ്ലാസ് ഉള്ളവർ ഒഴിച്ച്, അതിൽ ഇഖ്ലാസ് ഒഴിച്ച് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വേറൊന്നും ഒരു വിഷയമല്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ തഅരീഫ് ഉണ്ട് ഇഖ്ലാസിന്, വളരെ മനോഹരമായിട്ട് ഒരുപാട് തഅരീഫുകളുണ്ട്. പക്ഷെ ഇത് വളരെയധികം നമുക്ക് ചിന്താർഹമായിട്ടുള്ളവരാണ്. ഹുവ സിർറു ബൈനൽ അബ്ദി വ ബൈനല്ലാഹ്, അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള രഹസ്യമാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഒരു മലക്കിന് അത് രേഖപ്പെടുത്താൻ പറ്റൂല, ഒരു ജിന്നിന് അത് കേൾക്കാൻ പറ്റൂല, അത് അറിയാൻ പറ്റൂല. അടിമയും അള്ളാഹുവിന്റെ ഇടയിൽ മാത്രമായിട്ടുള്ള കാര്യമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ, അള്ളാഹു നമ്മെ സംരക്ഷിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ സ്ത്രീകൾ വിചാരത്തിലേക്ക് ആ സ്ത്രീ ക്ഷണിച്ച സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശ, അതുപോലെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് തിന്മയും മ്ലേച്ഛതകളും നാം അകറ്റിയത്. കാരണം എന്താ? ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള അടിമയായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഇത് വിശദീകരിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ സൗന്ദര്യത്തെക്കാൾ, ആ യുവാവായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അതിനോടുള്ള ആഗ്രഹത്തെക്കാളും താല്പര്യത്തെക്കാളും അള്ളാഹുവിനോടുള്ള ഹുബ്ബും അള്ളാഹുവിനോടുള്ള ഇഖ്ലാസും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? അവിടെ രക്ഷിച്ചത്. സഹോദരങ്ങളെ, പരിശോധിക്കണം. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കാനും അള്ളാഹുവിന്റെ എതിരായിട്ടുള്ള തിന്മകളുമാണ് നമുക്ക് ഇഷ്ടമുള്ളത് എങ്കിൽ, നമുക്ക് അതിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത് എങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മുടെ ഇഖ്ലാസിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പിശാചിന് നമ്മുടെ മേലെ സ്വാധീനം കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇഖ്ലാസിൽ വീഴ്ച വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തൗഹീദ് വീണ്ടും വീണ്ടും പഠിക്കണം എന്ന് പറയുന്നത്. ഏഴാമത്തെ കാരണം
അത്തൗബതു ഇലല്ലാഹി മിൻ ജമീഇ ദുനൂബ്, എല്ലാ പാപങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിലേക്ക് അതിയായി പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. നാം തഖ്വയുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ തഖ്വ പൊളിഞ്ഞു പോകുന്ന കാര്യം എന്താണ്? അല്ലാഹുവിന് അനുസരണക്കേട് കാണിക്കലാണ്. തിന്മകൾ, അതാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ള പറഞ്ഞ ഒരു വാക്ക് ഓർമ്മ വരികയാണ്. ഈ പാശ്ചാത്യ നാടുകളോ അല്ലെങ്കിൽ അമേരിക്കക്കാരോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇസ്ലാമിന്റെ ബാഹ്യമായ ശത്രുക്കളോ ഇതൊന്നുമല്ല മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ ശത്രു. മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ ശത്രു എന്താണ്? അവരുടെ തിന്മകളാണ്. അവർ തിന്മകളിൽ പോകുന്നുണ്ടെങ്കിൽ, പാപങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഇജ്ജത്തില്ല, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇത് നന്നായിട്ട് അറിയാം. ഇസ്ലാമിന്റെ ശത്രുക്കൾ ബാഹ്യമായിട്ട് ഒരിക്കലും ഇസ്ലാമിനെ തകർക്കാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം. ഇപ്പൊ നമ്മൾ ഉദാഹരണം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഇസ്രായേലില് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ നമ്മൾ നോക്കി. ഫലസ്തീൻ എന്നുള്ള നാട്ടിൽ ഇസ്രായേലുകളായിട്ടുള്ള ജൂതന്മാരെടുക്കുക, ലോകത്തുള്ള ബാക്കിയുള്ള അറബികളും മുസ്ലിമീങ്ങളും എടുക്കുക, എത്ര ഇരട്ടിയുണ്ട്? ഇസ്രായേലിനുള്ള സൈന്യത്തിനേക്കാൾ എത്ര ഇരട്ടി സൈന്യങ്ങളുണ്ട്? എത്ര ശക്തികളുണ്ട്? ഒന്നുമില്ല. മൊത്തം മുസ്ലിം സൈന്യവും മുസ്ലിങ്ങളുടെ എണ്ണവും എടുത്തു നോക്കിയാൽ ഈ ജൂതന്മാരെന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയതാണ്. പക്ഷേ ഇവർ ഈ മുസ്ലിമീങ്ങളെ ഇപ്പോൾ ഉപദ്രവിക്കുമ്പോൾ ഈ ഇസ്രായേലുകൾക്ക് പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ മുസ്ലിം രാജ്യത്തെ മുസ്ലിം സൈന്യത്തെ മൊത്തം ഈ ചുരുങ്ങിയ ആളുകളെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്നു? മുസ്ലിങ്ങളെ ബാഹ്യമായി നശിപ്പിക്കാൻ പറ്റുന്നു? ഒരിക്കലും ഓർക്കില്ല. അവിടെയുള്ള പ്രശ്നം അത് അവിടെയുള്ള ചില വിഷയങ്ങൾ, അവിടെ ദുർബലരായിട്ടുള്ള ആളുകളുണ്ട്. ഒരിക്കലും ഇവർക്ക് ഇസ്ലാമിക ലോകത്തെയോ ഇസ്ലാമിക രാജ്യങ്ങളെയോ അവരുടെ ശക്തിയെയോ എതിർക്കാനുള്ള ശക്തി ഇവർക്കില്ല. ഇവരെങ്ങനെ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ ശത്രുത വെച്ച് പുലർത്തുന്ന ഇവർ ഇസ്ലാമിനെ ബാഹ്യമായി നശിപ്പിക്കാൻ സാധിക്കുന്ന അവർ വിശ്വസിക്കുകയോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഒരു ജൂതനും അവർക്ക് ദൃഢമായിട്ടറിയാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്കറിയാം ഇസ്ലാമിനെ ബാഹ്യമായി യുദ്ധം ചെയ്ത് നശിപ്പിക്കാൻ കഴിയില്ല. കുരിശ് യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാകും. ബൈത്തുൽ മഖ്ദിസിൽ ഇന്ന് തുടങ്ങിയ യുദ്ധങ്ങളല്ല, മുൻപ് കാലത്ത് ജൂത നസാറാക്കൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ബാഹ്യമായി യുദ്ധം ചെയ്തുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റൂല. അതിനവരൊരുക്കിയ കെണി വേറെ കുറെ കെണികളാണ്. അവർക്കറിയാം ഇസ്ലാമിനെ നശിപ്പിക്കണമെങ്കിൽ അവരുടെ ഈമാൻ നശിപ്പിക്കണം, അവരുടെ തഖ്വ നശിപ്പിക്കണം. അവർക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ശുബ്ഹത്തുകളും ശഹവത്തുകളും പടച്ചുവിട്ട് ദീനിന്റെ യഥാർത്ഥ അഖീദയിൽ നിന്നും മൻഹജിൽ നിന്നും അതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് ശഹവത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ അവരുള്ളിലൂടെ ഒരുക്കിയിട്ടുള്ളത്. ഇതൊന്നും പറയാതിരുന്നിട്ടോ അറിയാതെ കണ്ണടച്ചിരുന്നിട്ടോ കാര്യമില്ല. ഇത് പറയുമ്പോൾ ചില ആളുകളുണ്ടാവും, ഇതിങ്ങനെ പറഞ്ഞു നടന്നോ നിങ്ങള്, അവിടെ വേറെ വേറെ വിഷയങ്ങളാണ് നടക്കുന്നത്. അല്ല, യഥാർത്ഥത്തിൽ ഇതാണ് അവരുടെ ലക്ഷ്യം. അത് ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്, ചരിത്രം കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്. അതിലൊരു സംശയമില്ല, അതിനുള്ള എല്ലാ വഴിയും അവരൊരുക്കും. എല്ലാ വഴിയും എല്ലാ കാലത്തും അവർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ രഹസ്യം എത്ര നന്നാകുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ സഹായം മുസ്ലിം ഉമ്മത്തിന് ലഭിക്കും, മുസ്ലിം സമൂഹത്തിന് ലഭിക്കും. അപ്പൊ ഇവിടെ തൗബ എന്ന് പറയുന്നത് സഹോദരങ്ങളെ, ഈ എല്ലാ ദോഷത്തിനും നമ്മൾ ഈ സിഹർ കണ്ണേർ എന്നുള്ള പറയുമെങ്കിലും എല്ലാ മുസ്ലിം നമ്മുടെ ഓരോരുത്തരുടെയും ശത്രുക്കളിൽ നിന്ന്, ഏത് ശത്രു ആവട്ടെ, അതിൽ നിന്നുള്ള രക്ഷയ്ക്കുള്ള കാരണങ്ങളാണ് ഈ 10. അതിൽ തൗബ എന്ന് പറയുന്നത് അല്ലാഹു തആല പറഞ്ഞതാണ് സൂറത്തു ശൂറയിൽ 30-ാമത്തെ ആയത്തിൽ, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്കൊരു മുസീബത്തും ബാധിക്കുന്നില്ല നിങ്ങളുടെ കൈ പ്രവർത്തിച്ച കൊണ്ടല്ലാതെ, നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടല്ലാതെ. അള്ളാഹു അതാ ധാരാളം പുറത്തു തരുന്നുണ്ട്, അള്ളാഹു ധാരാളം പുറത്തു തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഉപദ്രവം പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്ത പാപങ്ങളുടെ അളവിൽ നമുക്ക് എന്തെങ്കിലും ശിക്ഷ വരികയാണെങ്കിൽ സഹോദരങ്ങൾ, ഈ ദുനിയാവിലൊരു ജന്തു ഉണ്ടാവില്ല എന്നുള്ള പറഞ്ഞതാ. ദുനിയാവിലൊരു ജന്തു ഉണ്ടാവില്ല, മനുഷ്യരല്ല, ഒരു ജീവിയുടെ ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു ഒരുപാട് പുറത്തു തന്നിട്ടും നമുക്ക് ഇതുപോലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങളാണ് അതിനുള്ള കാരണം. തൗബ ചെയ്യണം. തൗബ ഒരിക്കലും നമ്മൾ വൈകിപ്പിക്കാൻ പാടില്ല. എല്ലാ സമയങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നിങ്ങൾ നസൂഹായ തൗബ കൊണ്ട് നിഷ്കളങ്കമായി അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൽ, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയിക്കണോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി നിങ്ങളുടെ പാപങ്ങൾ അംഗീകരിച്ച് അത് എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് കേണപേക്ഷിക്കും.
അള്ളാഹു എനിക്ക് പുറത്തു തരണമേ, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടി, അവരുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി തേടി. ഇതുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല. നസൂഹായ തൗബക്ക് വേണ്ട ഷർത്തുകൾ പ്രധാനമായിട്ട് 3 എണ്ണമാണ്. ഒന്ന്, ആ പാപത്തിൽ അതിയായ ഖേദമുണ്ടാവുക. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ ഖേദം ഉണ്ടാവലാണ്. ആ തൗബത്തു എന്നതും നെതുമുണ്ടാവുക, ഖേദം ഉണ്ടാവണം, നമുക്ക് അതിയായ വിഷമം ഉണ്ടാവണം. രണ്ടാമത്തേത്, ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാകണം. ആ പാപത്തിൽ നിന്ന് ഒഴിവാകണം. ആ പാപത്തിലേക്ക് വീഴാനുള്ള സാഹചര്യങ്ങളിൽ ഒഴിവാകണം. ഒരാളിപ്പോ ഞാൻ ഈ പാപം ചെയ്യൂല, ആ പാപത്തെ ഒഴിവാകാന്ന് പറയും. അതിനുള്ള എല്ലാ സൗകര്യമുള്ള സ്ഥലത്തായിട്ട് ഇരിക്കുക. നമ്മുടെ സൗകര്യവും സാഹചര്യം എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ നന്മയിലും പാപത്തിലും വീഴുക. നമ്മുടെ ലോകം, നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കണം. നമ്മളൊരു മോശപ്പെട്ട ചുറ്റുപാടാണെങ്കിൽ നമ്മൾ തിന്മയിലേ വീഴുള്ളൂ. നല്ല ചുറ്റുപാടാണെങ്കിൽ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഒരുക്കണം. മൂന്നാമത്തേത്, ഇനി ഒരിക്കലും ഈ തിന്മയിലേക്ക് മടങ്ങില്ല എന്നുള്ള ദൃഢമായ നിശ്ചയം നമ്മൾ എടുക്കണം. മനുഷ്യരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 4ാമത്തെ ഒരു ഷർത്ത് കൂടി വരും. ഈ വിഷയത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, ഫമാ സുല്ലിത അലൽ അബ്ദി മൻ യുഅ്ദീഹി ഇല്ലാ ബിദംബിൻ യഅലമുഹു ഔ ലാ യഅലമുഹു. ഒരടിമയ്ക്ക് ഒരു ദോഷം ബാധിക്കുന്നില്ല അവന്റെ തിന്മ കൊണ്ടല്ലാതെ. ഒന്നെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തിന്മ, അല്ലെങ്കിൽ അവൻ അറിയാതെ സംഭവിച്ചിട്ടുള്ള തിന്മ. അധിക തിന്മകൾ നമുക്ക് അറിയില്ല തിന്മയാണെന്ന്, നമുക്ക് ഇൽമു കുറവാണ്. ഒരു കാര്യം തിന്മയാണെന്ന് മനസ്സിലാക്കാനുള്ള ഇൽമു ചിലപ്പോൾ നമുക്ക് ഉണ്ടാവൂല. നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന്, പക്ഷെ വലിയ തിന്മയായിരിക്കും. അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരുന്ന തിന്മ കൊണ്ടായിരിക്കും ഒരു മനുഷ്യന് ദോഷമുണ്ടാവുക. وما لا يعلمه العبد من ذنوبه أضعاف ما يعلمه منها. ഒരു അടിമക്ക് അറിയുന്ന പാപങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും അവൻ അറിയാതെ ചെയ്തിട്ടുള്ള തിന്മകൾ. അറിഞ്ഞുകൊണ്ട് ചെയ്ത തിന്മകളെക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും അറിയാതെ ചെയ്തത്. وما ينساه مما علمه وعمله أضعاف ما يذكره. അവൻ മറന്നുപോയ തിന്മകളായിരിക്കും അവൻ ഓർമ്മയുള്ള തിന്മകളെക്കാൾ അധികമായിട്ടുള്ളത്. فليس للعبد إذا بغي عليه وأوذي وتسلط عليه خصومه شيء أنفع له من التوبة النصوحة. ഇതുപോലെയുള്ള കാര്യങ്ങൾ രക്ഷയായിട്ട് തൗബയേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ബാധിച്ച ഇതുപോലെയുള്ള മുസീബത്തുകളിൽ നിന്നുള്ള രക്ഷക്കായിട്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ചില ആളുകൾക്കെങ്കിലും ഈ സിഹറാവട്ടെ, കണ്ണേറാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമാവട്ടെ, അതെല്ലാം ചിലപ്പോൾ ഒരു അനുഗ്രഹമായിട്ട് മാറും. കാരണം അവൻ വലിയ അശ്രദ്ധയിലും അള്ളാഹുവിനെ അനുസരിക്കാതെ ദിക്കത് ജീവിക്കുന്ന അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ വല്ല ഉപദ്രവം ബാധിക്കുമ്പോഴേക്കും അവൻ എന്തുണ്ടാവുക, അവൻ ആ ഗഫ്ലത്തിൽ നിന്ന് യഖ്ലത്തിലേക്ക് ഉണരുക. അങ്ങനെ അവൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും പശ്ചാത്തപിച്ച് മടങ്ങാനും ഒരു കാരണമാകുമ്പോൾ അത് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്, അവനൊരു വലിയൊരു നന്മയായിട്ടാണ് അത് മാറുക. എന്നിരുന്നാലും തൗബ ചെയ്യുന്നതിൽ ഒരിക്കലും നമുക്കൊരു വൈകിപ്പിക്കൽ ഉണ്ടാകാൻ പാടില്ല. കാരണം തസ്വീഫ് എന്ന് പറയുന്നത് അത് ശൈത്താന്റെ സൈന്യമാണെന്നാണ് ഉലമാക്കൾ പറയുന്നത്. വൈകിപ്പിക്കുക എന്നുള്ളത്, സൗഫ നാളെ നാളെ എന്ന് പറയുക എന്നുള്ളത് അപകടം പിടിച്ച കാര്യമാണ്. അപ്പൊ തൗബ നമ്മൾ നമ്മൾ അംഗീകരിക്കണം. എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് അംഗീകരിച്ച് അള്ളാഹുവിനോട് ഏറ്റു പറയണം. നമ്മൾ ആവർത്തിക്കുന്ന തിന്മയാണെങ്കിൽ ഓരോ തവണ ആവർത്തിക്കുമ്പോഴും ഓരോ തവണ അള്ളാഹുവിനോട് പറ്റിപ്പോയി അള്ളാഹ് എന്ന് പറഞ്ഞ് തൗബ ചെയ്താൽ നമുക്ക് സാധിക്കണം. തിന്മ ആവർത്തിച്ചുണ്ടാവുന്ന ഏറ്റവും വലിയ അപകടം എന്താ അറിയോ, തൗബ ചെയ്യാൻ സാധിക്കൂല എന്നുള്ളതാണ്. തൗബക്ക് നമുക്ക് മടുപ്പ് കൊടുക്കും. ഉലമാക്കളെല്ലാം തിന്മയുടെ അപകടം പറയുമ്പോൾ എടുത്തു പറയുന്ന കാര്യം എന്താ അറിയോ, തിന്മ ആവർത്തിച്ചാൽ തൗബ ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടും, നമുക്ക് കുറ്റബോധം വരും. ഇനി ഞാൻ തൗബ ചെയ്തിട്ട് എന്താ കാര്യം, അങ്ങനെ തോന്നിയോ പിന്നെ പിശാചിന് നമ്മുടെ മേലെ എല്ലാവിധ അധികാരവുമുള്ള അവസ്ഥയാണ് ഉണ്ടാവുക. തൗബ ചെയ്യുന്നിടത്തോളം അടിമ ഖൈറിലായിരിക്കും. 8ാമത്തെ കാരണം അസ്വദഖതു വൽ ഇഹ്സാനു ഇലൽ ഖൽഖ്. സ്വതക്ക നൽകുക, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സൃഷ്ടികളോട് നന്മ ചെയ്യുക. ഇത് വളരെയധികം ഉപകാരമുള്ള മറ്റൊരു കാര്യമാണ്. സ്വതക്ക എന്നുള്ളത് നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വളരെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. ചില ഹദീസുകൾ നമുക്ക് കാണാം, അതിന്റെ സനദുകളിൽ ചില ചർച്ചകൾ ഉണ്ടെങ്കിൽ കൂടി ദാവൂ മർവാക്കും ബിസ്സദഖ, നിങ്ങളിലുള്ള രോഗികളെ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക എന്ന് കാണാൻ സാധിക്കും. അതായത് രോഗം മാറുന്നതിന് ദാനധർമ്മങ്ങൾ നൽകുക എന്നുള്ളത് വളരെയധികം ഉപകാരമായിട്ടുള്ള കാര്യമായി മുൻഗാമികൾ കണ്ടിട്ടുണ്ട്. തർഗീബ് അത്തർഹീബ് എന്ന കിതാബിൽ ഹാഫിൽ മുൻദിരി അതുപോലെ ബൈഹഖി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. عن علي بن الحسن بن شقيق قال سمعت ابن مبارك وسأله رجل. ഒരിക്കൽ ഇബ്നു മുബാറക് റഹിമഹുള്ളാഹിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ
أبو عبد الرحمن قرحة خرجت في ركبتي منذ 7 سنين وقد عالجت بأنواع العلاج وسألت الأطباء فلم أنتفع به. എന്റെ മുട്ടിൽ കാൽമുട്ടിൽ ഒരു മുറിവ്, ഒരു ഉപദ്രവമുള്ള രക്തം വരുന്ന ഒരു തരത്തിലുള്ള രോഗം ഉണ്ടായിട്ട് 7 വർഷമായി. ഞാൻ പല ചികിത്സയും നടത്തി, ഞാൻ പല വൈദ്യന്മാരോടും ഇതിനെപ്പറ്റി പറഞ്ഞു, ഒന്നും എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദ്ഹബ്, നീ പോവുക, ഫൻദുർ മൗദിഅൻ യഹ്താജു അന്നാസു അൽമാഅ ഫഹ്ഫർ ഹുനാക ബിഅറൻ, നീ പോയിട്ട് ജനങ്ങൾ വെള്ളത്തിന് ആവശ്യക്കാരനായിട്ടുള്ള ഒരു സ്ഥലം നോക്കുക, അവിടെ നീ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. ഫഇന്നി അർജു അൻ തംബിഅ ഹുനാക ഐനൻ വയുംസിക അൻക അദ്ദം ഫഫഅല അർറജുലു ഫബറഅ, ഞാൻ പ്രതീക്ഷിക്കുന്നു നീ അവിടെ വെള്ളം ആളുകൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ നൽകുന്നത് മുഖേന നിന്റെ ഈ മുറിവ് അള്ളാഹു ശിഫയാക്കും, അതിന് ഒഴിവാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ ചെയ്യുകയും അയാളുടെ രോഗം മാറുകയും ചെയ്തു. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ മുൻഗാമികളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ദാനധർമ്മങ്ങൾ കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഉപകാരമുള്ള ഒരു കാര്യമാണ് പല ഉപദ്രവങ്ങളിൽ നിന്നും. അല്ലാതെ തന്നെ സ്വതക്ക നൽകുക എന്നുള്ളത് നാളെ പരലോകത്ത് സ്വതക്കത്ത് ബുർഹാനുൻ, വ്യക്തമായിട്ടുള്ള ഒരു തെളിവായിട്ട് നമുക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് സ്വതക്ക നൽകിയാലും നമ്മുടെ മിച്ചമുള്ളതിൽ അള്ളാഹു ബറക്കത്ത് നൽകുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതാണ് അതിൽ വിഷയം. കാരണം സ്വതക്ക നൽകുമ്പോ ഇതൊരാൾ എന്റെ ഉള്ള ഈ അളവ് കുറയുകയാണ്, ഒരു കുറെ നോട്ടിന്റെ കെട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് കൊടുക്കുമ്പോൾ എന്റെ അളവ് കുറഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്റെ യാഥാർത്ഥ്യം മനസ്സിലാവൂല. എന്നാൽ അളവിലല്ല, അതുകൊണ്ടുള്ള നേട്ടത്തിലാണ്, ബറക്കത്തിലാണ് കാര്യം എന്നുള്ള വിശ്വാസമുള്ളവർക്ക് അതിനെ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സബയിലെ 39-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അതിന് പകരം അല്ലാഹു നൽകുന്നതാണ്. അതിന് പകരം അള്ളാഹു എന്തെങ്കിലും വെച്ചിരിക്കും. വഹുവ ഖൈറുർ റാസിഖീൻ, അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ റിസ്ക് നൽകുന്നവനാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സദഖത്തും മിൻ മാലിൻ, ഈ സമ്പത്ത് സ്വതക്ക നൽകുക എന്നുള്ളത് കൊണ്ട് സമ്പത്തിൽ ഒരു കുറവും വരികയില്ല എന്ന് കാണാൻ സാധിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, തഅ്തീറൻ അജീബൻ ഫീ ദഫ്ഇൽ ബലാ വ ദഫ്ഇൽ ഐനി വശർരിൽ ഹാസിദ്, ഈ സ്വതക്ക കൊടുക്കുക എന്നുള്ളത് അസൂയാലുവിന്റെ അസൂയയും കണ്ണേറിൽ നിന്നും എല്ലാം രക്ഷ നേടാനുള്ള വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഫമാ യകാദുൽ ഐനു വൽ ഹസദു വൽ അദാ യതസല്ലതു അലാ മുഹ്സിനിൻ മുതസദ്ദിഖിൻ, ആളുകൾക്ക് നന്മ ചെയ്യുന്ന സ്വതക്ക നൽകുന്ന ഒരാളുടെ മേലെ ഈ കണ്ണേറും ഈ അസൂയമുള്ള ഉപദ്രവങ്ങൾ നിലനിൽക്കുകയില്ല. വഇൻ അസ്വാബഹു ശൈഉൻ മിൻ ദാലിക കാന മുആമലൻ ഫീഹി ബിൽലുത്ഫി വൽ മഊന വത്തഈദ് വകാനത് ലഹു ഫിൽ ആഫിയത്തി വൽ ആഖിബത്തു വൽ ഹമീദ, ഇതുപോലെ എന്തെങ്കിലും ബാധിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് അത് ഒരു വലിയ നന്മയായിട്ട് മാറുന്നതാണ്. 9-ാമത്തെ സബബ് എന്ന് പറയുന്നത് ഈ പറയുന്ന സബബുകളിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള, വളരെയധികം ചെയ്യാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അൽ ഇഹ്സാനു ഇലൽ ബാഗി വൽ മുഅ്ദി, തനിക്ക് ഉപദ്രവം ചെയ്ത, ഉപദ്രവമുണ്ടാക്കിയ ആളോട് തിരിച്ച് നന്മ ചെയ്യുക എന്നത്. ക്ഷമിക്കുക എന്നുള്ളത് പറഞ്ഞു, അത് ചിലർക്ക് സാധിക്കും. ഇങ്ങോട്ട് ഉപദ്രവിച്ച ആൾക്ക് തിരിച്ചങ്ങോട്ട് നന്മ ചെയ്യുക എന്നുള്ളത്, ഇത് വളരെ ശ്രേഷ്ഠമായ ഖൽബുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. സമൂഹത്തിൽ നബിമാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിലെ 34-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലാ തസ്തവി അൽ ഹസനതു വലാ സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും എന്താവൂല, ഒരുപോലെ ആവില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നീ ഏതൊരു കാര്യത്തിനെയും പ്രതിരോധിക്കേണ്ടത് നന്മ കൊണ്ടായിരിക്കണം. فإذا الذي بينك وبينه عداوة كأنه ولي حميم, അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിന്നോട് ആരാണോ ശത്രുത വെച്ച് പുലർത്തിയിട്ടുള്ളത്, ആ ശത്രുത വെച്ച് പുലർത്തിയിട്ടുള്ള ആള് നിന്റെ ഉറ്റമിത്രമായി മാറുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്തതിൽ പറയാണ്, വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അളീം, അങ്ങേയറ്റം ക്ഷമയുള്ളവർക്കും അങ്ങേയറ്റം വലിയ സൗഭാഗ്യം ലഭിച്ചവർക്കും അല്ലാതെ അതിന് സാധിക്കുകയില്ല, അതിനവർക്ക് സാധിക്കുകയില്ല. മഹത്തായ ഗുണമാണ്. ഇത് ചെയ്യാൻ സാധിച്ചാൽ അവൻ ഉന്നതമായ ഒരു സ്ഥാനത്തായിരിക്കും. നോക്കൂ, ഒരു മുൻഗാമികളിൽപ്പെട്ട ഒരു നബിയെ കുറിച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്,
അങ്ങനെ ഈ നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളായ നബിയുടെ സംഭവം പറയാണ്. ഈ നബിയെ അദ്ദേഹത്തിന്റെ ആളുകൾ ഉപദ്രവിച്ച് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു. ഒരു നബിയെ ആ സമൂഹം അടിച്ചു. അങ്ങനെ മുഖത്ത് രക്തം വാർന്നൊലിക്കുകയാണ്. അപ്പൊ ആ നബി രക്തം കൈകൊണ്ട് തുടച്ചിട്ട് പറയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹു എന്റെ ഈ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണേ, അവർക്ക് യാതൊരു അറിവില്ലാത്തോണ്ടാണ് എന്ന് പറയുകയുണ്ടായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. 4 കാര്യങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും. 4 കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് ആ നബി എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ നബി എന്ത് ചെയ്തിട്ടില്ല? അവർക്കെതിരൊന്നും പറഞ്ഞിട്ടില്ല, അവർക്ക് പുറത്തു കൊടുത്തു. രണ്ടാമത്, പുറത്തു കൊടുത്ത് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു മാത്രമല്ല, അപ്പൊ നമ്മൾ ഒരാൾ ഉപദ്രവിച്ചു, സാരല്ല പോട്ടെ ചെയ്തു. രണ്ടാമത്, ആ നബി അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇസ്തിഗ്ഫാർ തേടി. അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കണേ പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ തേടി, അവിടെ നിർത്തിയില്ല. മൂന്നാമത്, അവര് ചെയ്തൊരു കാര്യത്തിന് ഒരു ഉദ്ർ ബോധിപ്പിച്ചു. അവര് ചെയ്തതിന് ഒരു ഉദ്ർ ബോധിപ്പിച്ചു. എന്താണ്? അവർക്ക് അറിവില്ലാത്തോണ്ട് ചെയ്തതാണ്. അള്ളാഹിനോട് പറയുമ്പോ പറയണെന്താ? അവരറിവില്ലാത്തോണ്ട് ചെയ്തതാണ്, അവർക്ക് പുറത്തെടുക്കണം. നാലാമത്തേത്, പ്രത്യേകം അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി എന്നുള്ള വാക്കുപയോഗിച്ച് എന്റെ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞു. ചേർത്തി പറയാണ്, എന്റെ സമൂഹത്തിന് നീ പുറത്തെടുക്കണേന്ന്. കാരണം എന്താണ്? ചേർത്തി പറയുമ്പോ എങ്ങനെ പറയാ? ഒരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ടേ പറയുള്ളൂ, ചേർത്തി പറയാ. അപ്പൊ ആ ചേർത്തി പറഞ്ഞിട്ടാണ് നബി തേടുന്നത്. ആർക്കാണ് സാധിക്കുക? നമുക്കെതിരെ ഒരാള് ഒരു സിഹർ ചെയ്തു, അല്ലെങ്കിൽ നമുക്കെതിരെ ഒരാൾ അസൂയ കൊണ്ട് നടക്കുന്നുണ്ട്, നമുക്കൊരു ഉപദ്രവം ഒരാൾ വരുത്തുന്നുണ്ട്, ആർക്കാണ് തിരിച്ച് ഇതുപോലെ നന്മ ചെയ്യാനും ഇതുപോലെ ചെയ്യാനും സാധിക്കുക? അങ്ങനെ സാധിച്ചാൽ സഹോദരങ്ങളെ, അവന്റെ ഈ ബാധിച്ച ദോഷത്തിൽ വലിയ മാറ്റങ്ങൾ അവന് കാണാൻ സാധിക്കും. കാരണം സ്വാഭാവികമായിട്ടും ആ ഹസദുള്ള ആളുടെ, അല്ലെങ്കിൽ ഉപദ്രവിച്ച ആളുടെ ആ ഷെറ് അതിൽ നിന്ന് കുറഞ്ഞു കിട്ടും. തിരിച്ച് ഇഹ്സാൻ ചെയ്യുന്നതോടുകൂടി ആ ഷെറ് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഇവന്റെ ഉപദ്രവം നീയും കിട്ടും. അതിനു പുറമെ ഈ മഹത്തായ ഗുണമുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള, അല്ലാഹു തആല മുഹ്സിനാണ്. ഒരാൾ അവന്റെ ചുറ്റുമുള്ള അടിമകളോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്താൽ അള്ളാഹു തിരിച്ചെന്ത് ചെയ്യും? അവനോട് ഇഹ്സാൻ ചെയ്യും. ഇത് ചെയ്യാൻ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നീ ഒരു തിന്മ ചെയ്തു വിചാരിക്കുക, നീ ഒരു തിന്മ ചെയ്തു വിചാരിക്കുക, നീ അതിന്റെ ശിക്ഷ ഭയപ്പെടുന്നു വിചാരിക്കുക. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരാണെങ്കിലോ, അള്ളാഹു തആല നിനക്ക് വിട്ടുവീഴ്ച ചെയ്തു തരാണെങ്കിലോ വളരെ നല്ല കാര്യമാണ്. അതുപോലെ നമ്മുടെ ചുറ്റും നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ആളുകൾക്ക് നാം നന്മ ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഉപദ്രവങ്ങളിൽ രക്ഷ നേടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 10ാമത്തെ കാരണം സഹോദരങ്ങളെ, അവസാനത്തേത്, തജ്രീദു തൗഹീദ് ലില്ലാഹ്. തൗഹീദ് അത് യഥാർത്ഥ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഈ പറഞ്ഞ 9 കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന കാര്യം എന്തിലാണ്? ഈ തൗഹീദിലാണ്. ഈ തൗഹീദിലാണ് അള്ളാഹുവിനെ ഏകനാക്കുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഈ തൗഹീദ്. ആ തൗഹീദിന്റെ 1ാമത്തെ ഘട്ടമായ തഅലീം, അസ്ലിയായിട്ടുള്ള തൗഹീദ്. അതിന്റെ മുകളിലുള്ള ഘട്ടമായിട്ടുള്ള മുസ്തഹബായിട്ടുള്ള, മുസ്തഹബല്ല, അസ്ലിയായ തൗഹീദ്, വാജിബായിട്ടുള്ള തൗഹീദ് അഥവാ തർബിയത്തിന്റെ തൗഹീദ് പരിശീലിക്കുന്ന ഘട്ടം, അതിന് മുകളിലായിക്കൊണ്ട് മുസ്തഹബായിട്ടുള്ള തൗഹീദ് അഥവാ തഹ്ഖീഖുത് തൗഹീദ്. ഇത് എത്രത്തോളം ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ പഠിക്കാനും ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും സാധിക്കുന്നുവോ അത്രത്തോളം അവന് മറ്റുള്ള ഏതൊരു ഉപദ്രവത്തിൽ നിന്നും അവന് മുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനിസിലെ 107ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഉപദ്രവം നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നീക്കാൻ ആർക്കേ പറ്റുള്ളൂ? അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്തെങ്കിലും നന്മ അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അള്ളാഹുവിനല്ലാതെ സാധിക്കില്ല, ആരും തടയാനില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് ബാധിക്കുന്നു. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഗഫൂറും റഹീമുമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് തൗഹീദ് 3 നമുക്കറിയാം, റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാഉ വസിഫാത്ത്. ഇത് കൂടുതൽ അറിയുന്നതും അതുകൊണ്ടാണ്. തൗഹീദ് പഠിച്ച ഒരാൾ പറയാണ് എനിക്ക് തൗഹീദൊക്കെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അവന് തൗഹീദ് തിരിഞ്ഞിട്ടില്ല എന്നതിന്റെ അർത്ഥം, അവന് തൗഹീദ് മനസ്സിലായിട്ടില്ല എന്നർത്ഥം. ഞങ്ങൾക്ക് തൗഹീദൊക്കെ പൂർണ്ണതയിൽ ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്കൊന്നും കൂടുതലൊന്നും തൗഹീദ് പഠിക്കാനാണെങ്കിൽ അവന് തൗഹീദ് മനസ്സിലായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം.
ഷിർക്കിനെ കുറിച്ചുള്ള ഭയം ഒരാളെ കൽബിന്ന് നീങ്ങി വിചാരിച്ചോ അവന് തൗഹീദ് മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം തൗഹീദ് തഹ്ഖീഖ് ചെയ്ത ആളുകൾക്ക് ഏറ്റവും ഉണ്ടായിരുന്ന എന്താണ്? ഷിർക്കിനെ കുറിച്ചുള്ള ഭയമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന കാര്യവുമാണ്. ധാരാളമായിട്ട് തൗഹീദിനെ പഠിക്കുകയും അത് ജീവിതത്തിൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചെറിയ വിഷയങ്ങൾ, ചില മസ്അലകൾ പറയാനാണ്. ഒന്ന്, ചില ആളുകൾ ഈ കണ്ണേറ്, അതിന് സിഹർ എന്നിവ ഒഴിവാകാൻ വേണ്ടി ചില ഉറുക്കുകളും ഏലസുകളും എല്ലാം കെട്ടുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ നാടുകളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഹറാമാണ്. ഹറാമാണെന്ന് മാത്രമല്ല, അതിന്റെ അവസ്ഥ രണ്ട് രീതിയിലായിരിക്കും. ഒന്ന്, ഹദീസുകളിൽ ധാരാളം വന്നിട്ടുണ്ട്. ചില ഹദീസിൽ കാണാം ഇന്ന റുഖാ വത്തമാഇം വത്തിവലത ശിർകുൻ, ഇതുപോലെ ഉറുക്ക്, ഏലസ് എന്നിവ കെട്ടൽ എന്താണ്? ഷിർക്കാണ് കാണാൻ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇനി അതിൽ രണ്ടവസ്ഥ ഉണ്ടാവും. ഒരാൾ ഈ ഉറുക്കും ഏലസും കെട്ടിയിട്ട് അയാൾ ഇതുകൊണ്ട് എന്റെ ഉപദ്രവം നീങ്ങും, ഇതുകൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഇതാവും മാറും എന്നുള്ള വിശ്വാസമാണെങ്കിൽ ശിർക്കുൻ അക്ബറാണ്, മില്ലത്തിന് പുറത്താവും. ഇനി ഒരാൾ ഏലസ് കെട്ടിയിട്ട് ഇത് എന്തെങ്കിലും രീതിയിൽ വല്ല സഹായം, ചികിത്സ എന്ന നിലക്ക് സഹായമാകുമെന്ന് ചിന്തിച്ചാൽ ഇതല്ല മാറ്റുന്നത്, അള്ളാഹുവാണ് മാറ്റുന്നത്, പക്ഷെ ഇതൊരു കാരണമാകുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കുൻ അസ്ഗറാണ്. അത് വലിയ ശിർക്കുൻ അക്ബറിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളുടെ കയ്യിൽ നൂലുകൊണ്ട് ഇതുപോലുള്ള കെട്ട് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻസിഅഹാ ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹന, നീ ഒഴിവാക്കിക്കോ, അത് നിനക്ക് ഉപദ്രവമല്ലാതെ അതെന്ത് ചെയ്യില്ല, അത് വർദ്ധിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞത് കാണാം. ഇനി ചില ആളുകൾ എന്താണ് ഇപ്പൊ കണ്ണേറ് ബാധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരാളുടെ കണ്ണേറാണ് നമുക്ക് ബാധിച്ചത് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്താ ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇതുപോലെ സംഭവം ഉണ്ടായപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന യുഅ്മറു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യുഅ്മറുൽ ആഇനു ഫയതവദ്ദഉ സുമ്മ യഗ്തസിലു മിൻഹുൽ മഈൻ. കണ്ണേറ് ബാധിച്ച ഒരാള്, അപ്പൊ ഇന്ന ആളുടെയാണ് ബാധിച്ചത് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അതിലൊരു സംശയം ഉണ്ടെങ്കിൽ കൂടി അയാൾ വുദു എടുത്ത വെള്ളം, അയാൾ വുദു ചെയ്ത വെള്ളം, അതായത് ആരുടെയാണോ കണ്ണേറ് തട്ടിയത്, കണ്ണേറ് ഞാൻ പറഞ്ഞല്ലോ അസൂയ കൊണ്ടുള്ളതുകൊണ്ട് അല്ലാതെ സ്വാലിഹീങ്ങളായ ആളുകളിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരുടെ കണ്ണേറാണോ വന്നത് എന്ന് ഉറപ്പോ അല്ലെങ്കിൽ സംശയമോ ഉണ്ടെങ്കിൽ അയാൾ വുദു എടുത്ത വെള്ളം കൊണ്ട് ഈ ആർക്കാണോ ബാധിച്ചത് അയാളെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ചില രൂപങ്ങളുണ്ട്. വുദു എടുത്ത വെള്ളം അത് എടുത്ത് പിന്നെ ഭൂമിയിൽ വെക്കാതെ കണ്ണേർ ബാധിച്ച ആളുടെ പിന്നിൽ നിന്നായിക്കൊണ്ട് അയാളുടെ തലക്ക് മുകളിലൂടെ ഒഴിക്കുക എന്നുള്ളത് ഹദീസുകൾ വിശദീകരിച്ച് വന്നിട്ടുണ്ട്. മറ്റു ചില ഹദീസുകൾ കാണാം അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്. വലൗ കാന ശൈഉൻ സാബഖൽ ഖദർ സബഖതുഹുൽ ഐൻ, ഖദറിനെ മുന്നിടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് കണ്ണേറാണ്. വൈദസ്തുഗ്സിൽതും ഫഗ്സിലു, ആരെങ്കിലും ഈ കണ്ണേറ് ബാധിച്ച ഒരാൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി, കുളിപ്പിക്കാൻ വേണ്ടി വേറൊരാളോട് ആവശ്യപ്പെട്ടാണ്, ഉദു എടുക്കാൻ ആവശ്യപ്പെട്ട നിങ്ങൾ ഉദു എടുത്തു കൊടുക്കുക എന്ന് കാണാൻ സാധിക്കും. ഇനി ഒരാൾക്ക് ഇങ്ങനെ കണ്ണേറ്, ഒരാളിൽ നിന്ന് കണ്ണേറ് ധാരാളമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സ്വാലിഹായ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ചെയ്യേണ്ടത് എന്താണ്? എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅ അഹദുകും മിൻ അഖീഹി ഔ മിൻ നഫ്സിഹി ഔ മിൻ മാലിഹി മാ യുഅജിബുഹു ഫൽയുബരിക്ഹു ഫഇന്നൽ ഐന ഹഖ്ഖുൻ. ആരെങ്കിലും തന്റെ സഹോദരനിലോ അല്ലെങ്കിൽ തന്റെ സ്വന്തത്തിലോ സമ്പത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിലോ ഒരു അത്ഭുതം കൂടുന്ന അവസ്ഥ ഉണ്ടായാൽ അതിന് ബറക്കത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കട്ടെ. കണ്ണേറ് സത്യമാണ്. ചില ആളുകൾക്ക് സ്വന്തം കണ്ണേറ് സ്വന്തമേ അത് ബാധിക്കും, സ്വന്തം കണ്ണേറ് ബാധിക്കും. അത് കണ്ണേറ് വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയെന്ന് പറയാം. സ്വന്തം കണ്ണേറ് സ്വന്തം ബാധിക്കുന്നത് ശരീരത്തിലോ അല്ലെങ്കിൽ വസ്തുവിലോ ഒക്കെ ബാധിക്കുന്ന അവസ്ഥയുണ്ട്. കണ്ണേറിന്റെ ഇനങ്ങളിൽ വേറെയുള്ള വിഷയമാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യമാണ് സിഹറുമായി ബന്ധപ്പെട്ടിട്ട് ചില ആളുകൾ, റുഖിയയുമായി ബന്ധപ്പെട്ട ആളുകൾ, ചില ആളുകൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ് മുസ്ലിമായ ഒരു ജിന്നിനോട് ഇതിന്റെ വിഷയങ്ങൾ ചോദിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ചില റുഖിയ റാഹിമാർ ഒരു പരിധി ലംഘിച്ച് ഒരു മുസ്ലിമായ ജിന്നിനോട്, മുസ്ലിമാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ ആ ജിന്നിനോട് സംസാരിച്ച് ഒരാൾക്ക് സിഹർ ചെയ്തത് ആരാണ്, ഇന്ന ആളാണ്, അത് എവിടെയാണ്, എന്താണ് ചെയ്തിട്ടുള്ളത് ചോദിച്ച് അതിന്റെ അറിവ് നേടിയിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന അവസ്ഥ ഇത് ശറയിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത കാര്യമാണ്. അത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഗൗരവമുള്ള വിഷയമാണ്. അതൊരിക്കലും ഷിർക്കിന്റെ കവാടമാണ്. അതൊരിക്കലും ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള രീതിയല്ല. റുഖിയുണ്ട്, ഒരാൾക്ക് വേണ്ടി ഓതാം, ഖുർആൻ ഓതാം, പാരായണം ചെയ്യാം. എന്നാൽ മറ്റൊരു മുസ്ലിമായ ജിന്നിനോട് ചോദിച്ച് പരിഹാരം തേടുക എന്നുള്ളത് ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല. അത് ഒഴിവാക്കണം. ഇനി മറ്റു ചില ഒരു വിഷയം ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഐനോ സിഹറോ ബാധിച്ച ആളുകൾ വെള്ളത്തിൽ ഊതി കുടിക്കുക, ഖുർആൻ ഓതിയിട്ട് വെള്ളത്തിൽ ഊതി കുടിക്കുക എന്നുള്ള പോലെയുള്ള കാര്യങ്ങൾ സലഫുകളിൽ ചില ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയിൽ നിന്നും
അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയിൽ നിന്നെല്ലാം വെള്ളത്തിൽ ഊതി കുടിക്കുന്നതും അല്ലെങ്കിൽ പാത്രത്തിൽ എഴുതിയിട്ട് പിന്നെ ചില സൂറത്തുകൾ എഴുതിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അത് കുടിക്കുന്ന എല്ലാം ചില സലഫുകളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ മറ്റു ചില സലഫുകൾ സഹാബികൾ തന്നെ അവർ അതിനെ എതിർത്തിട്ടുമുണ്ട്. അത് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അത് ചെയ്താൽ അത് ചെയ്യുന്ന വ്യക്തി അനുസരിച്ചിട്ടാണ് അതിന് ഗൗരവം വരിക. എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ അഥവാ അനുവദനീയമാണ്. എന്നിരുന്നാലും ഈ പാത്രത്തിൽ എഴുതുന്നത് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നാം പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലാത്തൊരു കാര്യമാണ്. കാരണം ആളുകൾ വളരെ ദുർബലരാണ് വിശ്വാസത്തിൽ. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ പിന്നെ അതിന്റെ കവാടം തുറന്ന് ശിർക്കിലേക്കും അതുപോലെയുള്ള പാതയിലേക്കാണ് അവർ കൂടുതൽ പോവുക. അത് സലഫുകളുടെ ഇടയിൽ തന്നെ ഖിലാഫുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് സ്ഥിരമായി സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള റുഖിയ, ഖുർആൻ പാരായണം എടുത്തിരുന്ന് ഓതി കൊടുക്കുക അല്ലെങ്കിൽ സ്വയം ഓതി കൈകളിൽ ഊതി തടവുക എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മറ്റേത് സഹാബികൾക്കിടയിൽ തന്നെ ചില ചർച്ചകളുള്ള വിഷയമാണ്. അപ്പോൾ സ്ഥിരപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പകർത്തുക എന്നുള്ളതാണ്. ഇനി ചെറിയ കുട്ടികൾക്ക് ഇതുപോലെയുള്ള കണ്ണേറിൽ നിന്നും സിഹ്റിൽ നിന്നുള്ള രക്ഷയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഏറ്റവും സഹിഹായി കൊണ്ട് വന്നിട്ടുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ എന്നിവരെ പിടിച്ച് അള്ളാഹുവിനോട് രക്ഷ തേടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ഒരുമിച്ച് നിർത്തിയിട്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്ത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകൾ കൊണ്ട്, എല്ലാവിധ ശൈത്താനിന്റെ ഉപദ്രവത്തിൽ നിന്ന്, അതുപോലെ തന്നെ പിന്നെ ഉപദ്രവമുണ്ടാക്കുന്ന കണ്ണുകളിൽ നിന്ന് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ദുആ നമ്മൾ പകർത്തേണ്ടതും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവരെ അടുപ്പിച്ച് നിർത്തി നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ടതുമാണ്. അതുപോലെ തന്നെ ഈ സിഹറുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നത് കാണാം. ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ കാഫിർ എന്നുള്ള നിലക്ക് മാത്രമല്ല, മുസ്ലിമായി അറിയപ്പെടുന്ന ആളുകൾ തന്നെ സിഹറിന്റെ പണികൾ എടുക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവന്റെ ഒന്ന് ശിർക്കിലേക്കുള്ള കവാടം തുറക്കും, രണ്ട് അവന്റെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല. ആരെങ്കിലും ഏതെങ്കിലും ജ്യോത്സ്യന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചോദിക്കുകയും ചെയ്താൽ 40 ദിവസത്തെ നിസ്കാരം അവന്റെ സ്വീകരിക്കുകയില്ല എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഇത് സിഹർ ബാധിച്ച ആളുകൾ ഗൗരവത്തിൽ പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവസാനം പറഞ്ഞതും ആദ്യം പറഞ്ഞ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാത്ത ആളുകൾ അല്ലാഹു തആല ഇപ്പോൾ ആഫിയത്ത് നൽകിയിട്ടുള്ള അല്ലാഹു നിലനിർത്തട്ടെ. ആഫിയത്ത് നൽകിയിട്ട് ആളുകൾ ജീവിതത്തിൽ ഉടനീളം എല്ലാവിധ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഈ 10 എണ്ണം എന്നുള്ളത്. അത് മുറുകെ പിടിക്കുകയും ധാരാളമായി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സഹോദരങ്ങൾ ഇതുപോലെ സിഹറും കണ്ണേറും കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അവന്റെ ഖുദ്റത്ത് കൊണ്ട് ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും മുസ്ലിമീങ്ങളെയും ഇതുപോലെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മുസ്ലിമീങ്ങൾ പലതരത്തിൽ ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെടുന്ന മുസ്ലിമീങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും എളുപ്പത്തിലുള്ള ഫത്ഹും തുറവയും നൽകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.